നിശ്ചയ പിറ്റേന്ന് കല്യാണം. 1978 മെയ് 21. എനിക്ക് ആ ദിവസം മറക്കാൻ കഴിയില്ല. എല്ലാം കൈവിട്ട് കഴിഞ്ഞു എന്ന തോന്നലിൽ വിങ്ങുമ്പോൾ എല്ലാം നേടാൻ പോകുന്നു എന്ന പ്രത്യാശ ഉണ്ടായ ദിവസമാണത്. മുക്കുവനെ സ്നേഹിച്ച ഭൂതത്തിൻ്റെ ഷൂട്ട്. ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ ജാസ് ഹോട്ടലിൽ. ഭരതേട്ടൻ എല്ലാം കഴിഞ്ഞ് കറങ്ങിത്തിരിഞ്ഞ് തിരുവനന്തപുരത്തെത്തിയിട്ടുണ്ട്. ഞാനത് അറിയുന്നൊന്നുമില്ല. വിളിയും സംസാരവും ഒന്നുമില്ലല്ലോ. വലിയൊരു കുങ്കുമപ്പൊട്ടും തൊടുവിച്ച് വിട്ടതിന് ശേഷം എന്നെ വിളിച്ചിട്ടില്ല. ഒറ്റയ്ക്കല്ല, ബാസിച്ചേട്ടൻ്റെ മകൻ അജയൻ, പപ്പൻ എല്ലാവരുമുണ്ട്. തിരുവനന്തപുരത്ത് പുളിമൂട്ടിലെ നികുഞ്ചം ഹോട്ടലിലാണ് ക്യാമ്പ്. ആ ഹോട്ടൽ ഇന്നുമുണ്ട്. ഇവരുടെയൊക്കെ കൂടിച്ചേരൽ സ്ഥലമാണ്. ക്യാമ്പെന്ന് പറഞ്ഞാൽ അർത്ഥം മുഴുവനാവില്ല. തമ്പടിച്ചിരിക്കുന്നു എന്ന് പറയണം. സർവ്വസന്നാഹങ്ങളോടും കൂടെ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കാനാണ് ഇവർ കൂടിയിരിക്കുന്നത്. നികുഞ്ചം കൃഷ്ണൻ നായർ കൂടെയുണ്ട്. 4 പേരും കൂടെ തല പുകഞ്ഞ് ആലോചിക്കുകയാണ് എന്താണ് ചെയ്യാൻ പറ്റുക. ഒടുവിൽ പത്മരാജൻ പറഞ്ഞു, അങ്ങനെ താല്പര്യമാണെങ്കിൽ ഇതങ്ങ് നടത്തുക തന്നെ, വേറൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. നടത്തി കഴിഞ്ഞിട്ട് ബാക്കി കാര്യം ആലോചിക്കാം. അപ്പോൾ വേണ്ടതെന്താണെന്ന് വെച്ച് ചെയ്യാം. ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയതിന് ശേഷമാണ് എന്നെ വിളിക്കുന്നത്. അതുവരെ ഞാനൊന്നും അറിയുന്നേയില്ല. പത്മരാജനാണ് വിളിച്ചത്. ഒരത്യാവശ്യ കാര്യം പറയാനുണ്ട്, ഒന്നിങ്ങോട്ട് വരുമോ ഷൂട്ട് കഴിഞ്ഞിട്ട്? എനിക്കാകെ പരിഭ്രമമായി. ഒന്നാമത് ഇത് നടക്കുമോ നടക്കില്ലേ എന്നൊക്കെയുള്ള സംശയമാണ്. ആരോടും പറയരുതെന്ന് ഞങ്ങൾ തമ്മിൽ ധാരണയായിട്ടുണ്ട്. നമ്മളിങ്ങനെ സുഹൃത്തുക്കളായിരിക്കും സമയമാവുന്നതുവരെ. ഒരാളും അറിയരുത്, ഫീൽഡിലും അറിയരുത്, ഒന്നും പാടില്ല, ഒന്നും. എവിടെയും തൊടാൻ പാടില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അക്കാര്യം പപ്പൻ അറിയാതിരിക്കില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു ചോദിച്ചു, എവിടെ വരുക, എങ്ങനെയാ വരുക? വൈകിട്ട് വന്നാൽ മതി, നികുഞ്ചത്തിലേക്ക് വന്നാൽ മതി, ധൈര്യമായി വന്നോളൂ. എനിക്കാണെങ്കിൽ ഈ നികുഞ്ചം എവിടെയാണെന്നൊന്നും അറിയില്ല. പപ്പൻ പറഞ്ഞു, അതുകൊണ്ട് കുഴപ്പമില്ല, പ്രൊഡക്ഷനിൽ ആരോടെങ്കിലും പറഞ്ഞാൽ മതി, കൊണ്ടുവിടും, അല്ലെങ്കിൽ ഞാൻ ആളെ വിടാം. വേണ്ട, അതൊന്നും വേണ്ട, ഞാൻ വന്നോളാം, ഞാൻ എത്തിക്കോളാം. ഷൂട്ട് കഴിഞ്ഞ് രാത്രി 8:30 ഒരു ടാക്സി വിളിച്ച് ഞാൻ ഒറ്റയ്ക്ക് നികുഞ്ചത്തിലെത്തി. ഹോട്ടലിൻ്റെ മുറ്റത്ത് അവരെല്ലാം വട്ടത്തിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വരുന്നതും കാത്താണ് അവർ ഇരിക്കുന്നത്. എന്നെ കണ്ടപ്പോൾ പപ്പൻ ഒരു വളച്ചുകെട്ടുമില്ലാതെ കാര്യം പറഞ്ഞു. ഇപ്പം ഇതിങ്ങനെ സീരിയസ് ആയി എടുക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ റിസ്ക് എടുക്കാം, ഞങ്ങളൊക്കെ കൂടെ നിൽക്കാം. എന്നോട് മാത്രമുള്ളതായിരിക്കില്ല, 2 ആളോടും കൂടിയുള്ളതായിരിക്കണം. നമുക്കിത് സീരിയസ് ആയി എടുത്താലോ എന്ന ഭരതേട്ടൻ്റെ വാചകത്തിൽ നിന്നാണല്ലോ ഞങ്ങളുടെ പ്രണയത്തിൻ്റെ തുടക്കം. അതുമുതൽ ഞാൻ സീരിയസ് ആണ്. പപ്പൻ ഞങ്ങളുടെ കാര്യത്തിൽ സീരിയസ് ആവാനൊരു കാരണമുണ്ട്. പപ്പൻ പണ്ട് ഒരു സുഹൃത്തിൻ്റെ പ്രണയവിവാഹത്തിന് എതിരു നിന്നിരുന്നു. സ്നേഹിച്ചു കെട്ടിയാൽ ബന്ധം നിലനിൽക്കില്ലെന്ന ധാരണയാണ് അന്നുണ്ടായിരുന്നത്. അവർ പപ്പനോട് ആലോചിക്കാതെ, പപ്പനെ അറിയിക്കാതെ പോയി കെട്ടി. അവരിപ്പോൾ നല്ല നിലയിൽ സന്തുഷ്ടരായി ഒരു കുഴപ്പവുമില്ലാതെ കഴിയുന്നു. അവരുടെ മുഖത്ത് നോക്കാൻ ഇപ്പോൾ പപ്പന് മടി. അതുകൊണ്ടാണ് പപ്പൻ ഈ റിസ്ക് എടുക്കാൻ തയ്യാറായത് തന്നെ. അതുപോലെ ഇനിയും വരാൻ പാടില്ല. അതുകൊണ്ട് പപ്പൻ ഇപ്പോൾ പഴയ നിലപാടിൽ നിന്ന് മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്തായാലും കൂടെ നിൽക്കാം, നിങ്ങൾ നന്നായിട്ടിരുന്നാൽ മതി. ഈ കൂടിയാലോചനയ്ക്ക് തന്നെ മുൻകൈ എടുത്തത് പപ്പനാണ്. അതുകൊണ്ട് തന്നെയാണ് പപ്പൻ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞത്. എങ്ങനെയാണ് വീട്ടിലൊന്നും അറിയിക്കാതെ കല്യാണം നടത്തുന്നതിൽ കുഴപ്പമുണ്ടോ? ഉത്തരത്തിൻ്റെ കാര്യത്തിൽ എനിക്കൊട്ടും സംശയിക്കേണ്ട കാര്യമില്ല. എൻ്റെ വീട്ടുകാർ ഞാൻ പറയുന്നത് കേൾക്കും. അവിടെ നിന്ന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവരുടെ വീട്ടുകാരുടെ കാര്യം, ഇവരുടെ വീട്ടുകാർ പ്രശ്നമുണ്ടാക്കുകയാണെങ്കിൽ അതിന് നമ്മൾ രഹസ്യമായിട്ടല്ലേ കല്യാണം നടത്തുന്നത്. പിന്നീടുള്ള കാര്യം പിന്നീട് ആലോചിക്കാം. അത് നമ്മൾ പിന്നെ പറഞ്ഞാൽ പോരെ. കല്യാണക്കാര്യം അറിയാൻ സമയമെടുക്കും. അറിയാണെങ്കിൽ അന്നേരം ആലോചിച്ചാൽ പോരെ. എന്തായാലും ഇപ്പം ഇതിങ്ങനെ മൂടി വയ്ക്കാമെന്നും രഹസ്യമായി കല്യാണം നടത്താമെന്നുമുള്ള തീരുമാനത്തിലെത്തി. ഞാൻ സമ്മതം മൂളി. എന്നാൽ കല്യാണം നാളെ തന്നെ നടത്തിയാലോ എന്നായി. എനിക്ക് സമ്മതം.
കല്യാണത്തലേന്നൊരു കല്യാണ നിശ്ചയമാണ് നടന്നിരിക്കുന്നത്. മെയ് 21 തീയതി കല്യാണ നിശ്ചയം, 22 തീയതി കല്യാണവും. ഒരു ദിവസം കൊണ്ടാണ് എല്ലാം മാറി മറയുന്നത്. ജീവിതത്തിന് എന്തൊരു സ്പീഡ് അല്ലേ? തീയതിയായി, ഇനി കല്യാണം എവിടെ വെച്ച് എന്ന തീരുമാനമാണ് ബാക്കി. ഇവിടെ ഒന്നും പറ്റത്തില്ല. ഇവിടൊക്കെയാണെങ്കിൽ എല്ലാവരും അറിയത്തില്ലേ, കുറച്ച് ദൂരോട്ട് എവിടെയെങ്കിലും പോവാം. അതൊരു പൊതു അഭിപ്രായമാണ്. എല്ലാവരുടെയും നിലപാട് അതുതന്നെ. അതെവിടെ? അധികമൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. കേരളത്തിന് പുറത്തു തന്നെ. എന്നാൽ അധികം അകലെയല്ല താനും. സ്ഥലം കുമരൻ കോവിൽ, നാഗർകോവിലിലേക്കുള്ള വഴിയിൽ തക്കലയിൽ. നമ്മുടെ പത്മനാഭ കൊട്ടാരം കഴിഞ്ഞു പോയാൽ തക്കല കഴിഞ്ഞ് കുറച്ച് ചെന്നാൽ അവിടെ വെച്ചാണ് സുബ്രഹ്മണ്യത്തിൻ്റെ മക്കളുടെ കല്യാണമൊക്കെ നടത്താറ്. മെറിലാൻഡ് സ്റ്റുഡിയോയുടെ ഉടമസ്ഥനും ചലച്ചിത്ര നിർമ്മാതാവും ഒക്കെയായ സുബ്രഹ്മണ്യം. അവിടെ വെച്ച് കല്യാണം നടന്നാൽ മുടങ്ങിപ്പോകില്ലെന്നും തകരില്ലെന്നുമൊക്കെയാണ് വിശ്വാസം. നല്ല അമ്പലമാണ്. നമുക്ക് അവിടെ വെച്ച് തന്നെ നടത്താം. ഒരു മലയുടെ അടിവാരത്തിലാണ് അമ്പലം. പാർവതീ പരമേശ്വരന്മാരുടെ മകൻ കുമരൻ്റെ കല്യാണമൊക്കെയായി ബന്ധപ്പെട്ടൊരു കഥയുണ്ട് അമ്പലത്തിന്. അമ്പലത്തിന് വലിയൊരു ആമ്പൽ ചിറയുമൊക്കെയുണ്ട്. ഒരുപാട് പടിയൊക്കെ കയറി മേലോട്ട് പോകണം അമ്പലത്തിലേക്ക്. ആ അമ്പലമുറ്റത്ത് നിൽക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത ശാന്തത തോന്നും. എന്നാൽ പിന്നെ അങ്ങനെയാവട്ടെ എന്നായി എല്ലാവരും. ഷൂട്ടല്ലേ? ഷൂട്ട് ഒരു ദിവസം എങ്ങനെയെങ്കിലും ഒഴിവാക്ക്. ഉച്ചവരെ മതി. ഉച്ച കഴിഞ്ഞ് തിരിച്ചെത്താം. പോയ മനസ്സോടെയല്ല ഞാൻ ഹോട്ടൽ ജാസിൽ തിരിച്ചെത്തിയത്. ഇപ്പോൾ പൊട്ടിപ്പോവും എന്ന മട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന മനസ്സ്. ജീവിതത്തിൽ എന്തൊക്കെ മറിമായമാണുള്ളത്. ഒരു നിമിഷം കൈവിട്ടുപോയെന്ന് കരുതിയത് അടുത്ത നിമിഷം ഉള്ളം കൈയിൽ ഒതുങ്ങുന്നു. ആത്മഹത്യയെ ഇനി വഴിയുള്ളൂ എന്ന് വിചാരിച്ച എൻ്റെ മുൻപിൽ ഇതാ ജീവിതം അതിൻ്റെ നിറമുള്ള സ്വപ്നങ്ങളുമായി നിൽക്കുന്നു. ഒരു ദിവസം ഷൂട്ടിൽ നിന്ന് ഒഴിവാകാൻ അനുവാദം വാങ്ങേണ്ടതൊക്കെ ഇനി എൻ്റെ ജോലിയാണ്. മറ്റുള്ളവർ ആരെങ്കിലും ഇടപെടുകയോ ശുപാർശ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ രഹസ്യം പരസ്യമാകില്ലേ? അതുകൊണ്ട് ആ ഭാഗം ഞാൻ തന്നെ അഭിനയിക്കണം. ഞാൻ നേരെ ശശികുമാർ സാറിനെ ചെന്ന് കണ്ടു. ഭംഗിയായിരുന്നു അഭിനയം. എനിക്ക് അത്യാവശ്യമായി ഒന്ന് വീട്ടിൽ പോകണം. നാളെ എന്നെ ഒന്ന് ഒഴിവാക്കി തരണം. എന്താണെന്നോ എന്തിനാണെന്നോ ഒന്നും ചോദിച്ചില്ല. ചോദിച്ചാൽ എന്താ പറയുക? അത് നിശ്ചയമില്ല. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തോളാമെന്ന് ശശികുമാർ. പക്ഷേ ഒരു കാര്യമുണ്ട്, അതിലൊരു മാറ്റവുമില്ല. മറ്റന്നാൾ രാവിലെ കൃത്യമായി ഇവിടെ തിരിച്ചെത്തിക്കൊള്ളണം. ഒരു പാട്ടാണ് എടുക്കാനുള്ളത്. കനകക്കുന്ന് കൊട്ടാരത്തിലാണ് ഷൂട്ട്. 100-200 പേരുടെ വർക്കാണ്. അതൊരു കാരണവശാലും മാറ്റാൻ പറ്റില്ല. മറ്റന്നാൾ അതിരാവിലെ എത്തണം. അതിൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലാവും. ഇത്രയും ആൾക്കാർ ഒന്നു ചേർന്നിട്ട് എല്ലാ സംഗതികളും ഒരുക്കിയിട്ട് അതിലൊരാൾ വരാതെ പോയാൽ എന്തൊരു നഷ്ടമായിരിക്കും. എടുത്ത പണിയൊക്കെ വെറുതെയാവും. വാക്ക് തെറ്റിച്ചവൾ എന്ന പേര് എക്കാലവും ചലച്ചിത്ര രംഗത്തുണ്ടാവും. ഞാൻ പറഞ്ഞു, എന്തായാലും എത്തിയേക്കാം, ഒരു കാരണവശാലും മുടങ്ങില്ല. ശരി, എന്നാൽ പോയിക്കോ. സമ്മതം കിട്ടിയതോടെ ആശ്വാസമായി. കല്യാണം പെട്ടെന്നായല്ലോ. താലിയില്ലാതെ പറ്റില്ല. ഇനി താലി തീർക്കണ്ടേ? അതിനെവിടെയാ സമയം? പപ്പൻ്റെ കണക്കാണ് താലി. കറാൾ കടയിൽനിന്ന് ഒരു സെറ്റുമുണ്ടും പപ്പൻ അതൊക്കെ രാത്രി തന്നെ മേടിച്ചു വെച്ചു. താലി മാത്രം പോരല്ലോ, താലിയിടാൻ മാലയും വേണ്ടേ? എൻ്റെ കഴുത്തിൽ ഒരു ചെയിൻ കിടപ്പുണ്ട്, അതിലിടാം. താലിയിട്ടാൽ ഒരു കുഴപ്പമുണ്ട്. താലിയും ഇട്ട് ലൊക്കേഷനിലെല്ലാം ചെല്ലുമ്പോൾ എല്ലാവരും കാണില്ലേ? രഹസ്യമൊക്കെ അതോടെ തീരില്ലേ? പിന്നെ പ്രശ്നം താലിയായി. ലൊക്കേഷനിൽ പോകുമ്പോൾ ഊരി വയ്ക്കാമല്ലോ എന്നായി മറ്റുള്ളവരെല്ലാം. ഞാൻ പറഞ്ഞു, അത് പറ്റില്ല. ഒന്നാമത് രഹസ്യമായിട്ടുള്ള കല്യാണം. താലി ഊരി വെച്ചാൽ കൈവിട്ടു പോയാലോ? അത് ശരിയാവില്ല. തമാശ മട്ടിലാണ് ഇതൊക്കെ പറയുന്നതെങ്കിലും ഉള്ളിലൊരു വെപ്രാളമുണ്ട്. അത് പുറത്ത് കാണിക്കുന്നില്ലെന്നും മാത്രം. ഏതായാലും കല്യാണം നടക്കട്ടെ, ബാക്കിയൊക്കെ പിന്നീട്. ഓരോന്നും വരുന്ന വഴിക്ക് കാണാം, നേരിടാം, മനസ്സുറച്ചു. ഞങ്ങളെല്ലാവരും കൂടെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്നത്. രാവിലത്തെ പോക്ക് ഉച്ചയ്ക്കാക്കിയത് എന്തിനാണെന്ന് ഇപ്പോൾ ഓർക്കുന്നില്ല.
ഒരുപക്ഷെ താലി പ്രശ്നമായിരിക്കണം. അതുണ്ടാക്കലും മറ്റും നോക്കിയതാവും. അല്ലെങ്കിൽ നല്ല സമയം നോക്കിയതാവാം. ഭരതേട്ടൻ, ഞാൻ, തങ്കം, പപ്പൻ, നികുഞ്ചം കൃഷ്ണൻ നായർ ചേട്ടൻ, കൃഷ്ണൻ നായർ ചേട്ടൻ്റെ ഭാര്യ, ഞങ്ങൾ ഇത്രയും പേരുണ്ട്. കൃഷ്ണൻ നായർ ചേട്ടൻ്റെ കാറിലാണ് ഞങ്ങൾ ഇത്രയും പേർ യാത്രയാവുന്നത്. നേരെ കുമരൻകോവിലെത്തി. ചെന്നയുടനെ ഞാൻ ചെയിൻ ഊരിക്കൊടുത്തു. താലി അതിൽ കോർക്കാം. ചരടൊക്കെ കെട്ടുകയാണെങ്കിൽ പിറ്റേന്ന് അതഴിക്കാനൊക്കെ നിൽക്കണ്ടേ. കല്യാണപ്പുടവയൊക്കെ ധരിച്ചു. താലി പൂജിക്കാൻ കൊടുത്തു. പൂജാരി താലി പൂജിക്കാൻ വാങ്ങി. പൂജിച്ചു കഴിഞ്ഞ് താലി തിരികെ തരുമ്പോൾ പൂജാരി പറഞ്ഞു, വെളിയിൽ വെച്ച് കെട്ടിക്കോ. ഇവിടെ ഉള്ളിൽ വെച്ച് കെട്ടണമെങ്കിൽ 15 ദിവസം മുമ്പേ ജാതകമൊക്കെ കൊടുക്കണം. എന്നാലേ അവിടെ വിവാഹം രജിസ്റ്റർ ചെയ്യാനും പറ്റൂ. കല്യാണം നടത്തിക്കോ, രജിസ്ട്രേഷൻ നടക്കില്ല. രജിസ്ട്രേഷന് മുൻപേ ദേവസ്വത്തിന് അപേക്ഷ കൊടുക്കണം. അതുകൊണ്ട് വിവാഹം നടന്നതിന് അവിടെ രേഖകളൊന്നും കാണില്ല. പുസ്തകത്തിൽ ഒപ്പിടാനും പറ്റില്ല. അതിനർത്ഥം ഈ രഹസ്യ വിവാഹത്തിന് രേഖകളൊന്നും കാണില്ല. പോരെ പൂരം. പുറത്തു വച്ച് കെട്ടിക്കോ, ഞങ്ങളാരും ഇടപെടില്ല എന്ന് പൂജാരി. എന്നാൽ ശരി, അത്രയും ആവട്ടെ എന്ന് കരുതി. പൂജിച്ച താലി അമ്പലത്തിൻ്റെ വെളിയിൽ വെച്ച് കെട്ടി കല്യാണം നടന്നു. എൻ്റെ പുറകിൽ അവരുടെ പെങ്ങളുടെ സ്ഥാനത്തു നിന്ന് താലിയുടെ കൊളുത്തിടാൻ സഹായിച്ചത് കൃഷ്ണൻ നായർ ചേട്ടൻ്റെ ഭാര്യയാണോ തങ്കമാണോ എന്നോർമ്മയില്ല. കല്യാണം കഴിഞ്ഞ് വേഗം തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. വരുന്ന വഴി കൃഷ്ണൻ നായർ ചേട്ടൻ പറഞ്ഞു, എടാ പപ്പ, ഇതെങ്ങനെയെങ്കിലും കുഴപ്പമായാൽ നമ്മുടെ തലയിലിരിക്കും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യണം. ഇതൊന്ന് രജിസ്റ്റർ ചെയ്യണം. ഇല്ലാതെ പറ്റത്തില്ല. ഇവനെ വിശ്വസിച്ചുകൂടാ. പപ്പനും അത് ശരിവെച്ചു. പ്രത്യേകിച്ച് കല്യാണം നടന്നതിന് കുമരൻ കോവിലിലും രേഖകളൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നിയമപ്രകാരം വിവാഹം നടന്നിട്ടില്ല. അത് ശരിയാണ്, രജിസ്റ്റർ ചെയ്യണം, അല്ലാണ്ട് പറ്റില്ല. എപ്പോഴാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? കാത്തിരിക്കാൻ സമയമില്ല. പിറ്റേന്ന് തന്നെ, അല്ലാണ്ട് എപ്പോഴാ? ഞാൻ പറഞ്ഞു, നന്നായി. കനകക്കുന്ന് കൊട്ടാരത്തിൽ ഡാൻസിൻ്റെ ഷൂട്ടാണ്. 100-300 പേര് ഷൂട്ടിങ്ങിന് നിൽക്കുന്നതിനിടയിൽ ഞാൻ എങ്ങനെ പോരും? മുക്കുവനെ സ്നേഹിച്ച ബോധത്തിൽ ഞാൻ രാജകുമാരിയാണ്. മുടിയൊക്കെ മുകളിലേക്ക് കെട്ടിവെച്ചാണ് വേഷം. ഡാൻസ് ആകുമ്പോൾ മേക്കപ്പും വേഷവും ഒക്കെ കുറേ കൂടി കൂടും. ഭൂതം ഞങ്ങൾക്ക് സ്വത്ത് നൽകുന്നതാണ് കഥ. അങ്ങനെയാണ് രാജകുമാരിയൊക്കെ ആവുന്നത്. ഡാൻസൊക്കെ ഇല്ലാത്ത ഒരു സാധാരണ വേഷമാണെങ്കിൽ മുഖമൊക്കെ ഒന്ന് കഴുകി തുടച്ച് ഓടി വന്ന് ഒപ്പിട്ട് പോവാം. ഇവിടെ അത് പറ്റില്ല. ഈ മുടിയൊക്കെ പൊക്കി കെട്ടിവെച്ച് ഡാൻസിൻ്റെ ചമയവുമൊക്കെയായി വന്ന് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക? അത് പറ്റില്ല. അത് പറഞ്ഞാൽ ശരിയാവില്ല. ഇല്ല, ശരിയാവില്ല. കുറച്ചു നേരം വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് അറേഞ്ച് ചെയ്താൽ മതി. ഏതായാലും ഇത് വളരെ ഗൗരവമായി എടുക്കണം, അല്ലാണ്ട് പറ്റില്ല. എങ്ങനെ ഇതൊക്കെ നടക്കുമെന്ന വേവലാതിയിലാണ് ഞാൻ. ഏതായാലും രജിസ്ട്രേഷൻ നടത്താതെ പറ്റില്ല. രാവിലെ ഞാൻ ഷൂട്ടിങ്ങിന് പോയി. അപ്പോഴും ആലോചന ഇത് തന്നെ. എങ്ങനെ ഇതൊക്കെ നടക്കും? എന്തു പറഞ്ഞ് കനകക്കുന്ന് കൊട്ടാരത്ത് നിന്ന് ഓടിപ്പോരും? വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? ആദ്യത്തെ തവണ ചോദ്യമൊന്നും ഉണ്ടായില്ല. രണ്ടാമത്തെ തവണ അതാവില്ല. ഷൂട്ടിങ്ങിനിടയിൽ ഇറങ്ങിപ്പോരാൻ സമ്മതിച്ചെന്നു വരില്ല. വല്ലാത്ത അങ്കലാപ്പിലായി ഞാൻ. അപ്പോഴും രജിസ്ട്രേഷൻ എവിടെ വെച്ച് വേണമെന്ന് തീരുമാനമായിട്ടില്ല. ആലോചിക്കേണ്ട കാര്യം തന്നെയാണത്. രജിസ്ട്രാർ ഓഫീസിൽ പറ്റില്ല, എല്ലാവരും അറിയും. ഹോട്ടലിൽ വേണ്ട, പലരും വരുന്ന സ്ഥലമാണ്. പലതും നടക്കുന്ന സ്ഥലവും. കുറച്ചുകൂടി നൈർമല്യമുള്ള സ്ഥലത്ത് വേണം. ഇത്തിരി ഐശ്വര്യമൊക്കെയുള്ള സ്ഥലം. കൃഷ്ണൻ നായർ ചേട്ടൻ പറഞ്ഞു, എൻ്റെ വീട്ടിലാവാം. നമുക്കവിടെ ഒരു പായസമൊക്കെ വെച്ച് കല്യാണമൊക്കെ പോലെ നടത്താം. എൻ്റെ വീട്ടിൽ മതി. തൊട്ടുപുറകിലാണ് ചേട്ടൻ്റെ വീട്. ഹോട്ടലിലായാലും വീട്ടിലായാലും രജിസ്ട്രാറെ കൊണ്ടുവരണം. ഓഫീസ് സമയത്ത് രജിസ്ട്രാർ പുറത്തു പോവില്ല. 5 മണി കഴിഞ്ഞ് ഓഫീസ് സമയത്തിന് ശേഷമേ വരികയുള്ളൂ. പോയി കൂട്ടിക്കൊണ്ടുവരണം. അതിനു മുമ്പായി നമ്മൾ ആവശ്യമുള്ള കടലാസുകളൊക്കെ ഒപ്പിട്ട് കൊടുത്തയക്കണം. ഷൂട്ടിങ്ങിനിടയിൽ ഉച്ചയ്ക്ക് അല്പനേരം ഒഴിവ് കണ്ട് ഒപ്പിടാൻ നികുഞ്ചത്തിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞയച്ചിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് ശകലം നേരം ഞാനിപ്പം വരാമെന്ന് സമ്മതം വാങ്ങി നികുഞ്ചത്തിലേക്ക് പോയി. നൃത്തത്തിൻ്റെ അതേ വേഷത്തിൽ മേക്കപ്പ് ഒന്നും അഴിക്കാതെ മുടിയൊക്കെ രാജകുമാരിയെപ്പോലെ പൊക്കി കെട്ടിവെച്ച് എന്നെ കണ്ടയുടനെ ഭരതേട്ടൻ പറഞ്ഞു, KP ലളിതയായിട്ടാണോ വന്നിരിക്കുന്നത്?
ഈ രൂപത്തിലൊന്നും എൻ്റെ ഭാര്യയായി ഒപ്പിടാൻ പറ്റില്ല. എനിക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പൊട്ടിക്കരഞ്ഞു. കരച്ചിലിനിടയിൽ ഞാൻ ഇത്രയും പറഞ്ഞൊപ്പിച്ചു. ഇപ്പം ഇതൊക്കെ അഴിച്ചു വെച്ചാൽ രണ്ടാമത് ചെന്ന് ഇതൊക്കെ കെട്ടിയുണ്ടാക്കാൻ വിഷമമല്ലേ? പപ്പനൊക്കെയുണ്ട്, കൃഷ്ണനായർ ചേട്ടനും. അവരൊക്കെ ഇത് കണ്ട് രസിക്കുകയാണ്. കല്യാണം കഴിഞ്ഞുള്ള ആദ്യത്തെ സൗന്ദര്യപ്പിണക്കം. പപ്പൻ ഇനി ഇതൊക്കെ കരയ്ക്കൊന്നടുപ്പിച്ചിട്ടേ താവളം വിടുന്നുള്ളൂ. ഉത്സാഹ കമ്മിറ്റിയിലെ സ്ഥിരാംഗമായിരിക്കുകയാണ്. ഉത്സാഹ കമ്മിറ്റി എന്നാണോ കോർഡിനേഷൻ കമ്മിറ്റി എന്നാണോ വേറെ എന്തോ ആണോ എന്നൊന്നും പറയാൻ പറ്റില്ല. കരച്ചിലിനിടയിലും എന്തു ചെയ്യണമെന്ന് ആലോചിക്കുകയാണ് ഞാൻ. എല്ലാം വലിച്ചു പറിച്ചൊഴിച്ച് കളഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ നല്ല കണക്കായി. പിന്നെ ഞാൻ അണിഞ്ഞൊരുങ്ങാൻ മറ്റുള്ളവർ കാത്തിരിക്കേണ്ടി വരും. ഈ മേക്കപ്പിനൊക്കെ എത്ര നേരം വേണ്ടി വരുമെന്നാണ് വിചാരം. അതൊന്നും സാരമില്ല, വൈകുന്നേരം രജിസ്ട്രേഷന് വരുമ്പോൾ ഇതൊക്കെ അഴിച്ചു വെച്ചിട്ട് വന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല, കൃഷ്ണനായർ ചേട്ടൻ ആശ്വസിപ്പിച്ചു. ഭരതേട്ടൻ പിന്നെ വാശി കാണിച്ചില്ല. ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ ഞാൻ പേപ്പറൊക്കെ ഒപ്പിട്ട് കൊടുത്ത് ലൊക്കേഷനിൽ തിരിച്ചെത്തി. ഞാൻ വരുമ്പോൾ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഈ നൃത്തരംഗം പകൽ കൊണ്ട് ചെയ്തു തീരില്ല. അതുകൊണ്ട് രാത്രിയിലും ഷൂട്ടിംഗ് തുടരാനാണ് പ്ലാൻ. എന്താ ചെയ്യുക? എനിക്കാകെ വെപ്രാളമായി. ഒരിടവേളയുമില്ലാതെ ഷൂട്ടിംഗ് അങ്ങനെ അങ്ങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോഴതാ കൃഷ്ണനായർ ചേട്ടൻ്റെ ഹോട്ടലിലെ ഒരു പയ്യൻ എന്നെ അന്വേഷിച്ചു വരുന്നു. കനകകുന്ന് കൊട്ടാരത്തിൽ ഷൂട്ടിംഗ് സൈറ്റിൽ അവൻ നേരെ എൻ്റെ അടുക്കലാണ് വന്നത്. എല്ലാവരും എത്തിക്കഴിഞ്ഞു, വേഗം അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ എന്തു ചെയ്യും? ഇനി എന്ത് കള്ളം പറയാൻ പറ്റും? 2 ദിവസം കൊണ്ട് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടിനി സത്യം തന്നെ പറയാമെന്നുറച്ച് ഞാൻ ശശികുമാർ സാറിൻ്റെ അടുത്തെത്തി. നടന്നതൊക്കെ ഞാൻ പറഞ്ഞു. ഇന്നും ഇന്നലെയും മിനിയാന്നും നടന്നതെല്ലാം. ഇതൊക്കെയാണ് സംഭവം. ഇതൊക്കെയാണ് ഇവിടെ രഹസ്യമായി നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രാർ അവിടെ വന്ന് കാത്തിരിക്കുകയാണ്. എനിക്കൊന്ന് പോയി വരണം. എന്താ സംശയം? മോള് പോയിട്ട് വാ. ഓ, ഇതല്ലേ വലിയ കാര്യം. അത് കഴിയട്ടെ, എന്നിട്ട് മതി നമ്മുടെ ഷൂട്ടിങ്ങൊക്കെ. ശശികുമാർ സാറാണ് എന്നെ ആദ്യമായി അനുഗ്രഹിച്ച മനുഷ്യൻ. ആ അനുഗ്രഹവും വാങ്ങിയാണ് ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് കടന്നത്. അമ്പലത്തിൽ വെച്ചും തിരിച്ചെത്തിയിട്ടും ആരും എന്നെ അനുഗ്രഹിച്ചിരുന്നില്ല, കളി തമാശകൾ പറഞ്ഞതല്ലാതെ. അതും നല്ലത് തന്നെ. മനസ്സിന് ബലം നൽകാൻ കളിതമാശകൾ വേണം. മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, പോയിട്ട് വാ. എല്ലാം നന്നായിട്ട് വരും. മേക്കപ്പൊക്കെ അഴിച്ച് പതുക്കെ വന്നാൽ മതി. ഞാൻ മേക്കപ്പൊക്കെ അഴിച്ചു മാറ്റി തലമുടിക്കെട്ടൊക്കെ അഴിച്ച് വിടർത്തി കുളിച്ചൊരുങ്ങി കൃഷ്ണൻ നായരുടെ വീട്ടിലെത്തുമ്പോൾ സമയം 6:30 മണി. കനകകുന്ന് കൊട്ടാരത്തിൽ നിന്നിറങ്ങുമ്പോൾ ശശികുമാർ സാർ പറഞ്ഞു, തിരിച്ചു വരുമ്പം എങ്ങനെയെങ്കിലും ഭരതനെ കൂടി കൂട്ടിക്കൊണ്ടുവരൂ, നമുക്കിവിടെ ഒന്ന് കാണാലോ. രജിസ്റ്ററൊക്കെ കഴിഞ്ഞു. അവിടെ ഗംഭീര പായസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മധുരമൊക്കെ കഴിച്ച കല്യാണം ആഘോഷിച്ചു. പായസത്തിൻ്റെ മധുരം ശരിക്കും അറിയുന്നത് കല്യാണപ്പെണ്ണാണ്, ചിലപ്പോൾ അതിൻ്റെ കയ്പും. കുടുംബജീവിതത്തിലേക്ക് പോകാൻ എനിക്ക് ഇനിയും കഴിയില്ലല്ലോ. തിരിച്ചെനിക്ക് സെറ്റിലേക്ക് പോകണം. ഞാൻ ഭരതേട്ടനോട് തഞ്ചത്തിൽ ചോദിച്ചു, എന്നെ കൊണ്ടുവിടുന്ന വണ്ടിയിൽ അവിടം വരെ ഒന്ന് വരുമോ? ഞാൻ ശശികുമാർ സാറിനോട് സത്യം പറഞ്ഞിരുന്നു. അല്ലാണ്ട് വഴിയില്ല. സാറ് കാണണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൊണ്ടുവരാമെന്നും ഏറ്റു. ഭരതേട്ടനൊന്നും പറഞ്ഞില്ല. വണ്ടിയിൽ എൻ്റെ കൂടെ കയറി. ഇവിടെ വന്നപ്പോഴല്ലേ രസം. ഷൂട്ടിംഗ് ഒക്കെ നിർത്തിയിരിക്കുകയാണ്. എല്ലാം പാക്കപ്പ്. പകരം ഗാനമേള പൊടി പൊടിക്കുകയാണ്. സെറ്റ് കല്യാണാഘോഷത്തിന് ഒരുങ്ങിയിരിക്കുന്നു. പെട്ടെന്നുള്ള കാര്യമല്ലേ, സദ്യ ഒരുക്കാൻ നേരമില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഐസ്ക്രീം. എല്ലാവരും വലിയ ഉത്സാഹത്തിലാണ്. പ്രൊഡ്യൂസറുടെ ചെലവിലാണ് സൽക്കാരം. കനകകുന്ന് കൊട്ടാരത്തിലെ കല്യാണാഘോഷവും വിചാരിക്കാതെ ലഭിക്കുന്ന ഒരു സൗഭാഗ്യമാണ്. മുക്കുവനെ സ്നേഹിച്ച ഭൂതത്തിലെ രാജകുമാരിയുടെ കല്യാണം കൊട്ടാരത്തിൽ വെച്ച് തന്നെ നടക്കണ്ടേ? സിനിമയിലെ ജീവിതവും യഥാർത്ഥ ജീവിതവും ഒന്നുചേരുന്നൊരു നിമിഷം. തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുമ്പോൾ ഇതൊന്നും ഓർത്തതേ അല്ല. മദിരാശിയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള യാത്ര ഒരു മരണഘോഷയാത്ര പോലെ ആയിരുന്നല്ലോ. കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുമ്പോൾ എല്ലാ ആശയും അറ്റുകഴിഞ്ഞ നിലയിലുമായിരുന്നു. ആഘോഷങ്ങൾക്കിടയിൽ MG രാധാകൃഷ്ണൻ ചേട്ടനും യദൃശ്യ കയറി വന്നു. ഭരതേട്ടനും രാധാകൃഷ്ണൻ ചേട്ടനും തമ്മിൽ എന്തോ കാര്യത്തിന് തമ്മിൽ പിണക്കമായിരുന്നു. അവരൊന്ന് ഇണങ്ങി. അതും നല്ലൊരു നിമിത്തമായി. സെറ്റിൽ മണവാളൻ ജോസഫും ശ്രീലതയും ഒക്കെയുമുണ്ട്. അവരങ്ങ് അരങ്ങ് കൊഴുപ്പിച്ചു. അവർ മത്സരിച്ചു പാട്ടുപാടി.
കൊട്ടും മേളവും പാട്ടും എല്ലാം ഗംഭീരം. വലിയ ഹാരമൊക്കെ ഇട്ട് കല്യാണം മാതിരി തന്നെ. കളിയല്ല കല്യാണം എന്നു പറയാം. കരളിലൊരു ആനന്ദവേദന എന്നും. ഫോട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഭരതേട്ടൻ തടഞ്ഞു. അയ്യോ വേണ്ട, വേണ്ടേ, ഫോട്ടോ എടുക്കല്ലേ, ഫോട്ടോ എടുക്കല്ലേ. ഫോട്ടോ എടുത്താൽ പത്രങ്ങളിലൊക്കെ വരും, അതുറപ്പാണ്. പിറ്റേ ദിവസം തന്നെ വാർത്തയും വരും. പിന്നെ രണ്ടുപേർ ഇവിടെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഫോട്ടോ ഒന്നും എടുക്കണ്ട, പേപ്പറിലും കൊടുക്കണ്ട. നമ്മളിപ്പോൾ അറിഞ്ഞവർ അറിഞ്ഞാൽ മതി എന്നുറക്കെ പറഞ്ഞു. എല്ലാവരും അതിന് വഴങ്ങി. ആരും ഫോട്ടോ എടുത്തില്ല. നഷ്ടം ഞങ്ങൾക്കായിരുന്നു. ഞങ്ങൾക്കൊരു കല്യാണ ഫോട്ടോ ഇല്ലാതെ പോയി. ഇല്ലാത്ത കല്യാണ ഫോട്ടോയെക്കുറിച്ചിപ്പോൾ വിഷമമുണ്ട്. അത് നോക്കാൻ ഒരു രസമല്ലേ? നമ്മുടെ നിൽപ്പും നോട്ടവും ഭാവവും വേഷമൊക്കെ കാണാൻ കൊതി തോന്നില്ലേ? അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടെ മനസ്സിലില്ലാത്ത ഫോട്ടോ നോക്കി രസിക്കാറുണ്ട്. അതുകൊണ്ട് ആ ഫോട്ടോകളുടെ എണ്ണത്തിന് കണക്കില്ല. പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ നികുഞ്ചത്തിലേക്കാണ് പോയത്. അവിടെയും പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. കൂട്ടാളികളുടെയും ഉത്സാഹ കമ്മിറ്റിക്കാരുടെയും പാർട്ടി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ മണിയറ ഒരുക്കിയിരുന്നതും അവിടെ തന്നെ. ഞങ്ങളുടെ ആദ്യ രാത്രി. അടുത്ത ദിവസത്തെ ഷൂട്ടിങ്ങോടെ തിരുവനന്തപുരം വിടുകയാണ്. കല്യാണം കഴിഞ്ഞ് മധുവിധുവൊന്നും ഇല്ലാത്തവർ സിനിമാക്കാരും രാഷ്ട്രീയക്കാരുമാണെന്ന് തോന്നുന്നു. അവർക്കൊന്നിനും നേരം കിട്ടില്ലല്ലോ. ഒരു കൂട്ടർ ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക്, മറ്റവർ ഒരു യോഗത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക്. ഇപ്പോൾ അവസ്ഥ അതാവില്ല. എല്ലാം ടെലിവിഷനിലല്ലേ. എനിക്ക് നേരെ ഇനി ഓടിയെത്തേണ്ടത് നിലമ്പൂരിലേക്കാണ്. അവിടെ IV ശശിയുടെ അനുഭവങ്ങളെ നന്ദി അതിൻ്റെ ഷൂട്ടിംഗ്. നിലമ്പൂരിലേക്കുള്ള യാത്രയിൽ ട്രെയിനിൽ ടിക്കറ്റൊക്കെ സംഘടിപ്പിച്ച് ഭരതേട്ടനും എൻ്റെ കൂടെ കയറി. നിലമ്പൂർക്കല്ല, വഴിയിൽ ഷൊർണൂരിൽ ഇറങ്ങാനാണ്. പിറ്റേന്ന് രാവിലത്തെ പത്രങ്ങളിലെല്ലാം വാർത്ത വന്നു കഴിഞ്ഞിരുന്നു. വിലക്കിയിട്ടും വാർത്ത ഫ്ലാഷായി. പത്രത്തിൽ വന്ന സ്ഥിതിക്ക് ഭരതേട്ടൻ്റെ വീട്ടിൽ എന്തായാലും അറിയും. മലബാറിലെ പത്രങ്ങളിൽ അന്ന് വാർത്ത വന്നില്ലെങ്കിൽ പിറ്റേന്നെങ്കിലും വരും. വാർത്ത വന്നു കഴിഞ്ഞ് പ്രശ്നം വഷളാവുന്നതിന് മുൻപ് നാട്ടിലെത്തി വിവരം പറയണം. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനാണ് പറയുന്നതെങ്കിൽ അങ്ങനെ അങ്ങ് നേരെ ഇറങ്ങി മദിരാശിക്ക് പോകണം. പോകുന്ന പോക്കിൽ നിലമ്പൂരിൽ വന്ന് എന്നോട് വിവരം പറയാതിരിക്കില്ല. അമ്മയും അച്ഛനും സമ്മതിക്കുകയാണെങ്കിൽ ഇവിടെ നിൽക്കും. എന്നിട്ട് പിന്നെ സാവകാശം വിവരം അറിയിക്കും. ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താണ് കൂടെ കയറിയത്. ഷൊർണൂരിൽ ഇറങ്ങിയപ്പോഴാണ് അറിയുന്നത് ഇവിടുത്തെ പത്രങ്ങളിലും വാർത്ത വന്നു കഴിഞ്ഞിരിക്കുന്നു. വാർത്തയും ഫോട്ടോയും രസകരം തന്നെ. ഞങ്ങളുടെ കല്യാണ ഫോട്ടോ ഇല്ല. അതിനു പകരം ഉണ്ടാക്കിയെടുത്ത ഒരു ഫോട്ടോ ഉണ്ട്. അതെങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്നറിയോ? എൻ്റെ ഫോട്ടോ ഒരെണ്ണമുണ്ട്, ഞാനിങ്ങനെ വെറുതെ നിൽക്കുന്നത്. വേറൊരു ഫോട്ടോ എവിടെയോ സ്വീകരണം കഴിഞ്ഞ് ഭരതേട്ടനും പപ്പനും കൂടി കൈത്തണ്ടയിൽ ഹാരവുമൊക്കെ ഇട്ട് നിൽക്കുന്ന ഫോട്ടോയിൽ മായം വരുത്തിയത്. ഭരതേട്ടൻ പപ്പൻ്റെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ചിത്രമാണ്. അത് പ്രയാണം ഇറങ്ങിക്കഴിഞ്ഞ് കിട്ടിയ സ്വീകരണങ്ങളിൽ ഒന്നിൻ്റെ ഫോട്ടോ ആയിരിക്കണം. ആ ഫോട്ടോയിൽ പപ്പൻ്റെ തല വെട്ടിമാറ്റി എൻ്റെ തല ഒട്ടിച്ചിരിക്കുന്നു. അതാണ് പേപ്പറിൽ വന്ന എൻ്റെ കല്യാണ ഫോട്ടോ. ഷൊർണൂരിൽ ഇറങ്ങി ഞാൻ നേരെ നിലമ്പൂർക്ക് പോയി. ഭരതേട്ടൻ വടക്കാഞ്ചേരിക്കും. വടക്കാഞ്ചേരിയിലെ എങ്കക്കാട്ടാണ് വീട്. വടക്കാഞ്ചേരിയിലെത്തുമ്പോൾ സംഗതി ഗുരുതരം. വീട്ടിലാകെ ബഹളം, നാട്ടിലും. ഭരതേട്ടൻ വേറെ ആരോടും സംസാരിക്കാൻ നിന്നില്ല. നേരെ അച്ഛനെ വിളിച്ച് കുളക്കരയിലേക്ക് പോയി. അമ്മ ഇടപെടുന്നതിന് മുമ്പ് തന്നെ. വീട്ടിൽ നിന്ന് കുറച്ചകലെ തൊടിയിലാണ് കുളം. ഈ കുളത്തിനൊരു പ്രത്യേകതയുണ്ട്. ആണുങ്ങളുടെ ചർച്ചകളും തീരുമാനങ്ങളുമൊക്കെ ആ കുളക്കരയിലാണ് നടക്കാറ്. ആ കുളവും സ്ഥലവുമൊക്കെ ഇപ്പോൾ എൻ്റെ മക്കളുടെ പേരിലാണ്. ആ കുളക്കരയിലേക്കാണ് യാത്ര. ഈ കുഴപ്പം പരിഹരിക്കാൻ എന്തെങ്കിലും വഴി കണ്ടെത്തണ്ടേ? ആ ചർച്ചയിൽ അമ്മ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. അച്ഛനെ ഒറ്റയ്ക്ക് കിട്ടിയാൽ കാര്യം പറയാൻ എളുപ്പമുണ്ട്. അച്ഛനെ കുളക്കടവിലിരുത്തി ഭരതേട്ടൻ എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞു, അല്ലാതെ ശരിയാവില്ല. അവൾ നിങ്ങൾ കേട്ടതുപോലെയും വിചാരിക്കുന്നത് പോലെയും ഒന്നുമല്ല. ലളിത KPSCയിൽ വന്നിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. ശരശയ്യ നാടകം തൊട്ടാണ് അഭിനയിക്കാൻ തുടങ്ങിയത് തന്നെ. കേട്ടതുപോലെ കമ്മ്യൂണിസ്റ്റാക്കി നാടകം തൊട്ടൊന്നുമല്ല. നല്ല അസല് നായന്മാരാണ്. വേറെ ഒരു കുഴപ്പവുമില്ല. അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അച്ഛന് ഇഷ്ടമാവും, അമ്മയ്ക്കും.
അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അച്ഛനെ പാട്ടിലാക്കി. അച്ഛനെല്ലാം ബോധ്യപ്പെട്ടു. ഒടുക്കം അച്ഛൻ ഉത്തരമൊന്നും പറഞ്ഞില്ല. ഇത്രമാത്രം: നിൻ്റേൽ സിഗരറ്റ് ഉണ്ടോ? എങ്കിലൊന്ന് എടുക്ക്. ഭരതേട്ടൻ സിഗരറ്റ് എടുത്ത് കൊളുത്തി കൊടുത്തു. അച്ഛൻ സിഗരറ്റും നീട്ടി വലിച്ച് പുകയും വിട്ടുകൊണ്ട് നേരെ വീട്ടിലേക്ക് നടന്നു, അമ്മയുടെ അടുത്തേക്ക്. അമ്മ ചന്ദ്രഹാസം തുള്ളി നിൽക്കുകയാണ്. അച്ഛൻ്റെ മോൻ്റെ രഹസ്യ ചർച്ച അമ്മയെ കലികൊള്ളിക്കുന്നുണ്ട്. അച്ഛൻ കണ്ണുമിഴിച്ചു. അതങ്ങനെയാണ്. എടി നിനക്ക്... അച്ഛൻ കണ്ണുമിഴിച്ച് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മതി. അമ്മ പിന്നെ കമാന്നൊരക്ഷരം മിണ്ടില്ല. എല്ലാം സ്വിച്ച് ഇട്ടതുപോലെ നിൽക്കും. കലി ഇറങ്ങും. ഇനി ഇപ്പോൾ ഒന്നും പറയണ്ട. അടുത്ത മുഹൂർത്തത്തിൽ നമുക്ക് കല്യാണം നടത്തണം. വേറെ ഒന്നും ഇനി ആലോചിക്കാനില്ല. അതെങ്ങനാ ഇപ്പം കല്യാണം നടത്തുന്നത്? അതിന് ചില ചടങ്ങൊക്കെ വേണ്ടേ? പെണ്ണിനെ കാണലൊക്കെ വേണ്ടേ? അതിപ്പോൾ എങ്ങനാ? കാണിക്കാൻ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരാൻ പറ്റില്ല. ഇവിടെ കെട്ടിയതിന് ശേഷമേ കൊണ്ടുവരാൻ പറ്റൂ. അതും ശരിയാണ്. പെണ്ണ് കാണാതെ എങ്ങനെയാണ് കല്യാണം? പെണ്ണ് കാണാൻ മദിരാശിയിലേക്ക് പോവുകയും വേണ്ട. പെണ്ണ് ഇവിടെയുണ്ട്, നിലമ്പൂരിൽ. പെണ്ണ് കാണൽ ചടങ്ങ് ഇവിടെ എവിടെയെങ്കിലും വെച്ച് നടത്താം. എന്നാൽ ഒരു കാര്യം ചെയ്യാം. പെണ്ണ് കാണൽ ഷൊർണൂരിൽ വെച്ചാവാം. ചെറുതുരുത്തിയിലെ ഗസ്റ്റ് ഹൗസിൽ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാം. നിങ്ങൾ അവിടെ പോയി കണ്ടാൽ മതി, ഭരതേട്ടൻ പോംവഴി പറഞ്ഞു. അങ്ങനെ മല പോലെ വന്നത് മഞ്ഞുപോലെ പോയി. പെണ്ണ് കാണലിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഷൂട്ടിന് നിലമ്പൂരെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? കഴുത്തിൽ ഈ താലിയുമൊക്കെ ഇട്ടല്ലേ നിലമ്പൂരിൽ വന്ന് ഇറങ്ങുന്നത്. ഞാനും മീനച്ചേച്ചിയും ഒരേ മുറിയിലാണ് താമസം. എന്നെ കണ്ട ഉടനെ മീനച്ചേച്ചി ചോദിച്ചു, എന്ത് വാടി ഇതൊക്കെ? ഇങ്ങനെയൊക്കെ പേപ്പറിലൊക്കെ കണ്ടല്ലോ. മീനച്ചേച്ചിയോട് ഞാൻ എല്ലാം പറയാം. നമുക്ക് ഷൂട്ടിംഗ് കഴിയട്ടെ, എന്നിട്ടാട്ടെ. ഞാൻ ഷൂട്ടിങ്ങിന് പോയി. അവിടെ സീമയുണ്ട്, ശശിയുണ്ട്, എല്ലാവരുമുണ്ട്. അവരൊക്കെ കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എല്ലാവരോടും പറയാം. ഇനിയിപ്പം ഒളിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. പേപ്പറിലൊക്കെ വന്നില്ലേ, പിന്നെന്താ? അപ്പോഴും വടക്കാഞ്ചേരിയിൽ നടന്ന കാര്യങ്ങൾ ഞാൻ അറിയുന്നില്ല. രാത്രി ഞാൻ മീനച്ചേച്ചിയോട് എല്ലാ കഥയും വിസ്തരിച്ചു പറഞ്ഞു. അപ്പം ചേച്ചി, ഇതാ സംഭവം. അവർ വീട്ടിൽ പോയിരിക്കുക, ഇതുവരെ വന്നില്ല. വീട്ടിൽ നിന്ന് പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ അപ്പം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് ഇതിലൂടെ വന്ന് എൻ്റെ കൂടെ പറഞ്ഞിട്ട് മദ്രാസിന് പോകുന്ന പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അരവിന്ദൻ എന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വന്ന് പറഞ്ഞു, ലളിതാമ്മയെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ഭരതെന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ എനിക്ക് സംശയമായി. വീട്ടിൽ സമ്മതിച്ചാൽ പതുക്കെ വരാമെന്നല്ലേ പറഞ്ഞത്? എതിർത്താൽ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് മദ്രാസിന് പോകുമെന്നും. ഞാൻ വിചാരിച്ചു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് തന്നെ. എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല. ഇനിയിപ്പം കുഴപ്പമുണ്ടായാൽ തന്നെ എന്ത്? ഞാൻ പോകുമ്പോൾ ഓടിച്ചെന്ന് മീന ചേച്ചിയോട് പറഞ്ഞു. നമ്മൾ പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ ആയിന്നാ തോന്നണത്. അവർ സമ്മതിച്ചു കാണില്ല. ഇനി പോകാനുള്ള വരവാണ്. കണ്ട ഉടനെ ഭരതേട്ടൻ പറഞ്ഞു, എൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിഞ്ഞു തന്നെ ഒരു ഉത്തരം പോലെ. ഇല്ലില്ല, അവർ സമ്മതിച്ചു. അവരെല്ലാം ഭയങ്കര ഹാപ്പി. ജൂൺ 2-ാം തീയതി കല്യാണം, ഗുരുവായൂർ വെച്ച്. അതിനു മുമ്പ് പെണ്ണുകാണൽ ചടങ്ങ് വേണം. അതിന് വിളിച്ചുകൊണ്ട് പോകാൻ വന്നതാ. അതിങ്ങനെ നാളെ ഇവിടെ ഷൂട്ടാ? അതൊന്നും സാരമില്ല. ഷൂട്ടിങ് എപ്പോഴും ഇങ്ങനെ പറയരുത് കേട്ടോ. എന്നാലും എനിക്ക് പറയാതെയും സമ്മതമില്ലാതെയും ഇറങ്ങിപ്പോകാൻ പറ്റുമോ? ഞാൻ ഓടിച്ചെന്ന് ശശി സാറിനോട് പറഞ്ഞു. ഇങ്ങനെയൊരു കാര്യമുണ്ട്, ഇങ്ങനെയൊക്കെ നടന്നിരിക്കുന്നു. ശശിയുടെ അടുക്കൽ എല്ലാ കാര്യവും ഭരതേട്ടൻ തന്നെ വിശദമായി പറഞ്ഞിരുന്നു. കൊണ്ടുപോയിക്കോ, എനിക്കൊരു കുഴപ്പമില്ല. എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വിട്ടാൽ മതി. നിലമ്പൂരിൽ നിന്ന് രാത്രി തന്നെ കാറെടുത്ത് എന്നെ ചെറുതുരുത്തിയിലേക്ക് കൊണ്ടുപോയി. ചെറുതുരുത്തിയിൽ എത്തുമ്പോൾ വെളുപ്പിന് 3 മണി. അവിടെ 1-ാം നമ്പർ മുറിയിൽ ഞങ്ങൾ കൂടി. ആ മുറി പിന്നീട് എക്കാലവും ചെറുതുരുത്തിയിൽ എത്തുമ്പോൾ ഞങ്ങളുടെ സ്ഥിരം മുറിയായി. അതൊരിക്കലും കിട്ടാതെ വന്നിട്ടില്ല. എനിക്കിപ്പോഴും ആ മുറിയോട് വല്ലാത്ത സെൻറ്റിമെൻറ്റ്സ് ആണ്. അവിടെ എത്തുമ്പോൾ ഭരതേട്ടൻ്റെ അടുത്തെത്തുന്നത് പോലെ തോന്നും. ആ 4-ാം യാമം ഞങ്ങൾ ഇവിടെ ഉറങ്ങാതെ തീർത്തു. രാവിലെയായപ്പോൾ എന്നോട് പറഞ്ഞു, താലിയൊക്കെ അഴിച്ചു വെച്ചേക്ക്, അമ്മ കാണണ്ട കഴുത്തിൽ താലി കിടക്കണത്. താലി കെട്ടിയില്ലെന്നാ ഞാൻ പറഞ്ഞത്.
ചുമ്മാ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ താലിയൊക്കെ അഴിച്ചു വെച്ചു. ഒരു ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ഞാൻ എപ്പോഴും ഏത് യാത്രയിലും കയ്യിൽ കൊണ്ട് നടക്കാറുണ്ട്. മുറിയിലെത്തിയാൽ അതവിടെ നല്ല സ്ഥലത്ത് പ്രതിഷ്ഠിച്ച് ദിവസവും കൊച്ചുവിളക്ക് തെളിയിക്കും. അമ്മ വലിയ ഗുരുവായൂർ ഭക്തയാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അവിടെ ഭജനം ഇരുന്നിട്ടാണ് ഈ മകൻ ജനിച്ചതെന്നും പറഞ്ഞു കഴിഞ്ഞു. ഫോട്ടോ കണ്ടപ്പോൾ ഭരതേട്ടന് സന്തോഷമായി. ഇതൊരു നല്ല മരുന്നാണല്ലോ. അപ്പം നീ ഒരു കാര്യം ചെയ്തേക്കണം, ഈ വിളക്കൊക്കെ കത്തിച്ചു വയ്ക്കണം. അമ്മയെ വീഴ്ത്താനുള്ള നല്ല വഴിയാണ്. അമ്മ വീഴും. അതിനെന്താ ആവാമല്ലോ, അല്ലെങ്കിലും ഞാൻ കത്തിച്ചു വയ്ക്കാതിരിക്കില്ലല്ലോ. കുളിച്ചു വിളക്കൊക്കെ കത്തിച്ച് കുങ്കുമപ്പൊട്ടും തൊട്ട് ഗുരുവായൂരപ്പനെ വണങ്ങി പ്രാർത്ഥിച്ച് ഞാനിരുന്നു. റെഡിയായി കാത്തിരുന്നു. രാവിലെ ഏതാണ്ട് 8-8:30 ഭരതേട്ടൻ പോയി അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അച്ഛനും അമ്മയും കൂടി വാതിൽ തുറന്ന് അകത്ത് കടന്നു. പെട്ടെന്ന് അമ്മ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നൊരൊറ്റ വിളിയാ. എന്നിട്ടെന്നെ അടിമുടി സ്നേഹത്തോടെ നോക്കി. അയ്യോ, എന്തൊക്കെയാ നാട്ടുകാർ പറഞ്ഞു പിടിപ്പിച്ചേ. അയ്യോ, എന്തായിരുന്നു മഹാപാപം എന്നൊക്കെ പറഞ്ഞ് കട്ടിലിൽ കയറിയിരുന്നു. അടുത്തായി അച്ഛനും വന്നിരുന്നു. ആ സമയമായപ്പോൾ ഭരതേട്ടൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഞങ്ങൾ സ്വസ്ഥമായി സംസാരിക്കട്ടെ, പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർക്കട്ടെ. ഇടത് കണ്ണുകൊണ്ട് ഭരതേട്ടൻ പോകുന്നത് നോക്കിയിട്ട് അമ്മ എൻ്റെ കൈ കടന്നു പിടിച്ചു. ഒന്നും അറിഞ്ഞുകൂടാ ഞങ്ങളുടെ മകന്, ഒന്നും അറിഞ്ഞുകൂടാ. അവനൊരു പാവമാ, നല്ല സ്വഭാവമാ. ഇത്തിരി മുൻകോപമൊക്കെ ഉണ്ടെന്നേയുള്ളൂ. പക്ഷേ നല്ല സ്നേഹമാ എല്ലാവരോടും. അവൻ്റെ അമ്മയായിട്ടും ഭാര്യയായിട്ടും ചേച്ചിയായിട്ടും അനിയത്തിയായിട്ടും ഒക്കെ ലളിത അവനെ, എൻ്റെ മോനെ നോക്കിക്കൊള്ളണം. ഞാൻ അവനെ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. അമ്മ അന്ന് പറഞ്ഞ ഓരോ വാക്കും എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം മരിക്കുന്നതുവരെ അമ്മ എൻ്റെ അടുക്കൽ നമ്മുടെ മോനെന്നേ പറയാറുള്ളൂ. കുറേ കഴിഞ്ഞ് പുതുമോടിയൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് രസം തോന്നും. ഒരു ദിവസം എൻ്റെ മകൻ സിദ്ധുവൊക്കെ സ്കൂളിൽ പോയി തുടങ്ങിയ കാലത്ത് അമ്മ നമ്മുടെ മോൻ എന്തിയേ എന്ന് ചോദിച്ചു. ചോദ്യത്തിൻ്റെ അർത്ഥം എനിക്ക് പിടികിട്ടിയെങ്കിലും ഞാൻ അറിയാത്ത മട്ടിൽ പറഞ്ഞു, നമ്മുടെ മോൻ സ്കൂളിൽ പോയില്ലേ. അല്ലല്ല, എൻ്റെ മോൻ. അമ്മ ഒരു കാലത്തും നമ്മുടെ മോൻ എന്ന വിളി മാറ്റിയില്ല. അത്രയ്ക്ക് സ്നേഹമായിരുന്നു സ്വന്തം മകനോട്. അത്ര തന്നെ സ്നേഹം ഞാൻ മകന് നൽകണമെന്ന് അവരാഗ്രഹിക്കുകയും ചെയ്തു. പെണ്ണ് കാണുന്നതിന് മുൻപ് മുഹൂർത്തമൊക്കെ നോക്കി വെച്ചിരുന്നു. അച്ഛൻ ഉത്സാഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും തുടങ്ങിയിരുന്നു. അടുത്ത മുഹൂർത്തം ജൂൺ 2 അതിനിനി കുറച്ച് ദിവസം മാത്രം. ആലോചിച്ചു നോക്കൂ. മെയ് 21 കല്യാണ നിശ്ചയം, മെയ് 22 ആദ്യത്തെ താലികെട്ട്, മെയ് 23 രജിസ്ട്രേഷൻ. അത് കഴിഞ്ഞ് മെയ് 26 വീണ്ടും ഒരു പെണ്ണ് കാണൽ, ജൂൺ 2 വീണ്ടും ഒരു താലികെട്ടും കല്യാണവും സദ്യയും. ആദ്യത്തെ കല്യാണത്തിന് ശിവചൈതന്യം, ആ കല്യാണം കുമരൻ കോവിലിൽ, ശിവപുത്രനാണല്ലോ കുമരൻ. രണ്ടാമത്തെ കല്യാണത്തിന് വിഷ്ണു ചൈതന്യം, ഗുരുവായൂരപ്പൻ്റെ സന്നിധാനത്തിൽ, സാക്ഷാൽ കൃഷ്ണൻ്റെ അടുത്ത്. ഇനി ഒരാഴ്ച തികച്ചില്ല. ആ സമയം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എൻ്റെ വീട്ടിൽ വിവരം അറിയിക്കണ്ടേ? പേപ്പറിലൊക്കെ കണ്ട് അവർ വിവരം അറിഞ്ഞിട്ടുണ്ടാവും. അറിയിച്ചില്ലെങ്കിൽ അവിടെ എല്ലാവരും പ്രശ്നമാക്കില്ലേ? അവരെതിർക്കില്ലെന്ന് അറിഞ്ഞിട്ടും എന്തിനു രഹസ്യമാക്കി വെച്ചു എന്നാവില്ലേ? ഞാനത് പറയുന്നതിന് മുൻപേ അച്ഛൻ പറഞ്ഞു, വീട്ടിൽ അറിയിക്കണം, ഒന്നും നിങ്ങൾ അറിയണ്ട, എല്ലാം ഞാൻ ഏറ്റു. ഇനി ആ ചടങ്ങാണ് നടക്കാനുള്ളത്. ഞാൻ തന്നെ പൊയ്ക്കോളാം. അഡ്രസ്സ് ഇങ്ങ് തന്നാൽ മതി. ഞാൻ അവരുടെ അടുത്ത് ക്ഷമയൊക്കെ പറഞ്ഞ് കാര്യം അവതരിപ്പിക്കാം. കല്യാണത്തിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും അവരറിയണ്ട. എത്ര ആൾക്കാർ അവിടെ നിന്ന് കല്യാണത്തിനുണ്ടാവുമെന്ന് പറഞ്ഞാൽ മതി. അതെത്രയായാലും കുഴപ്പമില്ല. സാധാരണ പെൺവീട്ടുകാരാണല്ലോ കല്യാണം ഒരുക്കുന്നത്. ഈ കല്യാണത്തിന് വരൻ്റെ വീട്ടുകാർക്കാണ് ചുമതലയും ചെലവുമെല്ലാം. വേഗം തന്നെ അച്ഛൻ ഗുരുവായൂരിൽ മുറികൾ ബുക്ക് ചെയ്യുന്നു, സദ്യ ഒരുക്കുന്നു. അന്ന് ഗുരുവായൂർ അമ്പലത്തിലെ അസിസ്റ്റൻറ്റ് ദേവസ്വം മാനേജർ ഒരു രാമചന്ദ്രനായിരുന്നു, പാലിശ്ശേരി രാമചന്ദ്രൻ. രാമചന്ദ്രൻ അച്ഛൻ്റെ അനന്തരവനാണ്. രാമചന്ദ്രനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി, എല്ലാ ഉത്തരവാദിത്വവും ഏൽപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അച്ഛൻ എൻ്റെ വീട്ടിൽ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ കാര്യങ്ങൾ അത്ര പന്തിയല്ല. നമ്മുടെ ഈ തെക്കോട്ടുള്ള ആൾക്കാരല്ലേ, കുറച്ചൊരു പൊങ്ങൻ നായരുടെ സ്വഭാവം കാണും. നിശ്ചയത്തിന് വിളിക്കാത്തതുകൊണ്ട് കല്യാണത്തിന് വരില്ലെന്ന് ചില ബന്ധുക്കൾ. അങ്ങനെ എൻ്റെ അപ്പച്ചിയൊന്നും കല്യാണത്തിന് വന്നില്ല.
അവൾ എവിടുന്നോ കല്യാണത്തിനെന്നും പറഞ്ഞ് ഒരുത്തനെ പിടിച്ചുകൊണ്ട് വന്നാൽ നമ്മളൊക്കെ ഓടിയങ്ങ് വരുവാണോ? നിശ്ചയമൊക്കെ നമ്മളോടൊക്കെ പറയണ്ടായോ? നടക്കാതെ പോയ നിശ്ചയത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരുപാട് തവണ നടന്ന നിശ്ചയത്തെക്കുറിച്ചുമാവാം. എന്നാലും കടക്കിൽ നിന്ന് എൻ്റെ ചിറ്റപ്പൻ വന്നു. വേറെ കുറേ ബന്ധുക്കളും. കുറേ ആൾക്കാർ സഹകരിച്ചില്ലെങ്കിലും കായംകുളത്ത് നിന്ന് 2 ബസ് നിറയെ ആൾക്കാർ എത്തിയിരുന്നു. പിന്നെ കാറിലൊക്കെയായി വേറെ കുറേ ആൾക്കാരും. വന്നവർക്കും സംശയങ്ങൾ കുറേ ബാക്കിയാണ്. ഭരതൻ എന്ന് പറയുന്നത് എന്ത് ജാതിയാ? ഭരതൻ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും നീളൽ വേണ്ടേ? ഭരതൻ നായരോ ഭരതൻ പിള്ളയോ ഭരതൻ പണിക്കരോ എന്നൊക്കെ വേണ്ടേ? ഇതിനൊരു നീളലില്ലല്ലോ. താണജാതി എന്തെങ്കിലും ആയിരിക്കും. അവരതങ്ങ് തീരുമാനിച്ചുറപ്പിക്കുകയും ചെയ്തു. ചോദിച്ചവരോടൊക്കെ എൻ്റെ അമ്മ പറഞ്ഞു, അവർ മേനോന്മാരാണ്, നല്ല ആൾക്കാരാണ്, തറവാടികളാണ്, ഒരു കുഴപ്പമില്ല. ഇതൊക്കെ പറഞ്ഞിട്ടാണ് കുറച്ച് പേർ വന്നത് തന്നെ. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടന്ന കല്യാണം ഗംഭീരമായിരുന്നു. സിനിമാ കല്യാണമല്ലേ. ഒരുപാട് ആൾക്കൂട്ടമുണ്ടായിരുന്നു. നല്ല കേമപ്പെട്ട സദ്യയുമുണ്ടായിരുന്നു. സിനിമയിലേതുപോലെ 1-2 റിഹേഴ്സൽ നടത്തിയ കല്യാണം. എൻ്റെ കല്യാണത്തിൻ്റെ തുടർക്കഥ ഇവിടെ അവസാനിക്കുന്നു. ഒരു സീരിയൽ പോലെ കുറേ എപ്പിസോഡ് നീണ്ടുപോയ കല്യാണം.